പെട്ടെന്ന് വാ. അവിടെ വന്നേ, ഇങ്ങ് വന്നേ. സംഹാരതാണ്ഡവാന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇവിടെ ജാക്കി ചാന്റെ പടത്തിന് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്? അതെ, ഇതും അതുപോലൊരു പടവാ. ആ പോസ്റ്റർ നോക്കിക്കേ, ജപ്പാനിൽ സംഹാരതാണ്ഡവം. മലയാള സിനിമയാന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ടല്ലേ മുത്തശ്ശ സമ്മതിച്ചത്? ഇത് ഒരു മലയാളം പടം പോലെ തന്നെയാ. ജയന് പകരം ജാക്കി ചാൻ അഭിനയിച്ചിരിക്കുന്നത് മാത്രം. ഒന്ന് പെട്ടെന്ന് വാ. എന്തൊരു ഇറക്കം. ഇതാണ് പറ്റിയ സമയം. കണ്ണു തുറക്ക് മുൻസാരുടെ അങ്ങ് കെട്ടാം. എന്താ പറ്റിയേ? പടം തീർന്നിട്ടില്ല. അതെ കൊച്ചേ, ഞങ്ങൾക്ക് സിനിമ വെട്ടി വേർത്ത് പോയി. ബാക്കി പടം കൂടി കാണുന്ന നനഞ്ഞു പോത്തേ ഉള്ളൂ. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നിനക്ക് എന്താടാ പറ്റിയത്? ആ ഒരു കുഴപ്പമില്ലായിരുന്നാണല്ലോ. ഇവളാ എസ്കേപ്പ്. ഇവനിത് എങ്ങോട്ടാ പോയത്? കിച്ചു, മുകളിൽ ടക്ടക്കെന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷെ പെരിച്ചാഴി ഓടുന്നതാണോ? നിക്ക് ശരിയാക്കി തരാങ്ങ. ഇവളെ കൊണ്ട് നീ ഇവിടെ കിടന്ന് കളിക്കുവാണല്ലേ? അപ്പൊ നിന്നെ ശരിയാക്കി തരാം. ഇനി നീ രക്ഷപ്പെടുന്ന എനിക്കിന്ന് കാണണം. എടാ പെരിച്ചാഴി, എടാ നീ എവിടെ എടുക്കുക? ഒന്നുമില്ല. തൊടലേ. തൊട്ട എന്താ പ്രശ്നമാവും. അതെന്താ കിച്ചു? കാരണം എനിക്കും അറിയില്ലല്ലോ. നീ എന്താ ഇങ്ങനെ വെറുക്കുന്നത്? കിച്ചു, എന്ത് പറ്റി കിച്ചു? അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ? ആ ഏണിയെ പിടിച്ചിട്ട് ഞാൻ മുകളിലേക്ക് കയറി ചെന്നപ്പോ ഇവൻ അവിടെ മൂടി പുതച്ച് ഒളിച്ചിരിക്കുമായിരുന്നു. ചോദിച്ചപ്പോ പനിയാണെങ്കിൽ അതുപോലെ ഇരിക്കണ്ടേ? എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ആദ്യം എന്റെ ദേഹത്ത് കൈവച്ചു, അതിനുശേഷം എന്റെ ദേഹത്തെ കാലെടുത്ത് വെച്ചു. എന്നിട്ട് ഒറ്റയ്ക്ക് എഫ്എം റേഡിയോ പോലെ വിളംബരം നടത്തുന്നത് ആരെങ്കിലും കേട്ടാലോ? ആരും കേട്ടില്ല, ഞങ്ങളാ കേട്ടോണ്ടിരുന്നത്. ഈ കാമദേവന്റെ ലീലകൾ മുഴുവൻ കേട്ടു. കാമദേവനും അല്ല, ലീലയല്ല, ഏതോ ഒരു നശിച്ച പ്രാന്തൻ ഒരു ചരട് ജപിച്ച് വെള്ളേ കൊടുത്തതാ. ഇവളെ തന്റെ കയ്യിൽ കൊണ്ടുവന്ന് കിട്ടി. എന്നെ ഇവള് വശീകരിച്ചെടുത്താ അമ്മായി. അവള് നിന്നെ വശീകരിക്കാൻ നോക്കിയൊന്നുമല്ല, നീയാണ് അവളുടെ ദേഹത്തെ കൈ എടുത്തിട്ട് തോന്നിയ ദിവസം കാണിച്ചത് അല്ലേ അമ്മായി? വേണ്ടായിരുന്നു മോളെ ജാനു, അതിനുശേഷം എന്താ നടന്നെന്ന് പറ ജാനു. അയ്യടാ, മുകളിൽ ഒന്നും നടന്നില്ല, താഴെ ഒന്നും നടന്നില്ല. ചെല്ലേ
സൈഡിൽ മാറി നിന്ന് നന്നായിട്ട് തിരുമിക്കോ, അല്ലെങ്കിൽ തേങ്ങ പോലെ വീർത്തു വരും. സാമാ നീ ചുമ്മാ ഇരുന്നേ. ഇവിടെ നോക്കു ജാനു, നമ്മൾ കൃഷ്ണ വിഗ്രഹം അങ്ങനെ വന്നത്. പോയി വാങ്ങിക്കാം വാ. എങ്ങോട്ടാ എസ്കേപ്പ് ആവുന്നത്? കൃഷ്ണന്റെ വിഗ്രഹത്തിലൂടെ അല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എങ്ങനെയാടാ നിങ്ങളത് ഉടച്ചത്? അയ്യോ, ഞങ്ങളല്ല തുടച്ചത്. അത് തനിയെ മോളിന്ന് താഴേക്ക് വീണ് ഉടഞ്ഞു പോയതാ. ഓ അങ്ങനെയാണോ? അതായത് കൃഷ്ണൻ താനെ മേളിന്ന് താഴേക്ക് വീണ് പൊട്ടിപ്പോയതാണോ?